ED ഇന്ന് പലർക്കും ഒരു പേടിയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക്. ED ഏകപക്ഷീയമായി ഉപയോഗിക്കുകയാണെന്നുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ഒരു വശത്തുണ്ട്. ഈ അവസരത്തിൽ ചില കണക്കുകൾ സുപ്രധാനമാണ്. ED കഴിഞ്ഞ 10 വർഷത്തിനിടെ എടുത്ത കേസുകളുടെ കണക്കുകളിലേക്കാണ്. ED കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് രണ്ട് മോദി സർക്കാരിന്റെ കാലയളവിലും എടുത്ത കണക്കുകളിൽ ഏതാണ്ട് 95%, ബഹുഭൂരിപക്ഷവും 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആണ് എന്നുള്ളതാണ് സുപ്രധാനമായ വിവരം. ഈ 95% കേസുകളുടെ കണക്കുകളിലേക്ക് വന്നാൽ ആകെ കഴിഞ്ഞ 10 വർഷം എടുത്ത കേസുകളിൽ 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 115 പേരും പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള നേതാക്കളാണെന്നാണ് EDയുടെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി വിശദമായി ആ കണക്കുകളിലേക്ക് ഒന്നുകൂടെ പോയാൽ, കോൺഗ്രസ് നേതാക്കളായ 24 പേർക്കെതിരെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ED കേസ് രജിസ്റ്റർ ചെയ്തത്. തൊട്ടു താഴെ തൃണമൂൽ കോൺഗ്രസ് ആണ്. 19 നേതാക്കൾക്കെതിരെയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ഒപ്പം തന്നെ NCPയിൽ നിന്ന് 11 പേർക്കെതിരെ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DMKയിൽ നിന്ന് 6 നേതാക്കൾക്കെതിരെ, ഒപ്പം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 3 നേതാക്കൾക്കെതിരെ, CPMൽ നിന്ന് 2 നേതാക്കൾക്കെതിരെ. മറ്റ് പാർട്ടികളുടെ കണക്കുമുണ്ട്. സുപ്രധാനമായ പാർട്ടികളാണ് സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ED കേസുകളും കഴിഞ്ഞ 10 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളിൽ സുപ്രധാന വിവരമായി പങ്കുവെക്കാനുള്ളത്. അതിനൊപ്പം തന്നെ ഒരു ചെറിയ താരതമ്യം കൂടെ. കോൺഗ്രസിന്റെ 2 UPA കാലഘട്ടം, 2004 മുതൽ 14 വരെ വരുന്ന ഒന്നാം UPA സർക്കാരിന്റെയും രണ്ടാം UPA സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ED ആകെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി എടുത്ത കേസുകൾ 26 എണ്ണമാണ്. അതിൽ വെറും 14 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ, വെറും 14 എണ്ണം മാത്രമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തത് എന്ന കണക്ക് കൂടെ ഈ അവസരത്തിൽ ഒരു താരതമ്യമായി സൂചിപ്പിക്കുന്നു.